ഒരു ചെറിയ പട്ടണത്തിൽ പഴയതും ആളൊഴിഞ്ഞതുമായ ഒരു കളിപ്പാട്ടക്കട ഉണ്ടായിരുന്നു. രാത്രിയിൽ കട സ്വന്തമായി തുറക്കുമെന്നും അകത്തുനിന്ന് ചിരിയുടെയും കളിപ്പാട്ടങ്ങൾ നടക്കുന്നതിന്റെയും ശബ്ദങ്ങൾ കേൾക്കാമെന്നും പറയപ്പെട്ടിരുന്നു. ഒരു അവധി ദിവസം ടിന, അർജുൻ, മോണ്ടി, സോന എന്നീ 4 സുഹൃത്തുക്കളും ഈ കടയെക്കുറിച്ചുള്ള സത്യം എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്ന് ചിന്തിച്ചു. അവരെല്ലാം വൈകുന്നേരം കടയിലെത്തി രഹസ്യമായി തിരയാൻ തുടങ്ങി. രാത്രി 12 മണി അടിച്ചയുടനെ കടയുടെ വാതിൽ പതുക്കെ തുറന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. പക്ഷേ അവർ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് പോയി. അകത്ത് 4 പഴയ പൊടിപിടിച്ച കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കളിപ്പാട്ടം ഞരങ്ങുന്ന ശബ്ദം. അപ്പോൾ ഒരു പാവ കഴുത്ത് തിരിച്ച് അവരെ നോക്കി. എല്ലാവരും ഭയന്ന് ഓടിപ്പോയി. പക്ഷേ അപ്പോഴേക്കും ഒരു വൃദ്ധന്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ കടയുടെ ഉടമ താനാണെന്നും ഈ കളിപ്പാട്ടങ്ങൾ വളരെ സ്നേഹത്തോടെയാണ് താൻ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം കടയ്ക്ക് തീപിടിച്ചു. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ കളിപ്പാട്ടങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ ആഗ്രഹിക്കാത്തതിനാൽ അവന്റെ ആത്മാവ് അവയിൽ തന്നെ സ്ഥിരതാമസമാക്കിയിരുന്നു. ടീന ചോദിച്ചു, നമ്മൾ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുമോ? ആത്മാവ് തലയാട്ടി പറഞ്ഞു, എന്റെ കളിപ്പാട്ടങ്ങൾ അനാഥർക്ക് കൊടുത്താൽ ഞാൻ സ്വതന്ത്രനാകും. 4 സുഹൃത്തുക്കളും അടുത്ത ദിവസം എല്ലാ കളിപ്പാട്ടങ്ങളും അനാഥർക്ക് നൽകി വീണ്ടും കടയിലേക്ക് പോയി. ഇപ്പോൾ നിശബ്ദമായിരുന്നു. എല്ലാ കളിപ്പാട്ടങ്ങളും പോയി. ആ ദിവസത്തിനു ശേഷവും കട വീണ്ടും തുറന്നില്ല. പക്ഷേ കുട്ടികൾ ഭയന്നില്ല. കാരണം തങ്ങൾ ഒരു നല്ല പ്രേതകഥയുടെ ഭാഗമായി മാറിയെന്ന് അവർക്കറിയാമായിരുന്നു.